ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി മുനമ്പം ജനത 74 ദിവസമായി തുടരുന്ന റിലേ നിരാഹാര സമരം ക്രിസ്മസ് ദിനത്തിലും തുടരാനാണ് ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിപക്ഷ നേതാവും മറ്റ് ജനപ്രതിനിധികളും മുനമ്പം ജനതയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കും. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുമ്പോഴും അവിടെ ക്രിസ്മസ് ആഘോഷമല്ല നടക്കുന്നത്, പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഈ ദിവസം പോലും ആഹാരം ഒഴിവാക്കിയുള്ള സമരത്തിലാണ് അവർ ഉള്ളത്. ഈ ദിവസം അവരുടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന നിലയിലേക്ക് നീങ്ങുകയാണല്ലേ? ലക്ഷ്മി, തീർച്ചയായും കഴിഞ്ഞ 74 ദിവസമായി മുനമ്പത്തെ നിവാസികൾ തുടരുന്ന റിലേ സത്യാഗ്രഹം ഈ ക്രിസ്മസ് ദിനത്തിലും തുടരുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകുക എന്ന ആവശ്യമായിട്ടാണ് ഭൂസംരക്ഷണ സമിതി ഇവിടെ നിരാഹാരം തുടങ്ങിയത്. അതിനുശേഷം ഈ വിഷയം പല ആവർത്തി സർക്കാരുമായിട്ടും വിവിധ ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാം ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സമരം പല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും അവസാനമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമായത്. ജനുവരി 4-നാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ നേരിട്ടെത്തി ഇവരുമായി മുനമ്പത്ത് സമരം ചെയ്യുന്ന ആൾക്കാരുമായി നേരിട്ടെത്തി ആശയവിനിമയം നടത്താനായി എത്തുന്നത്. ആ ഒരു ദിവസത്തെയും വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഈ മുനമ്പത്തുള്ളവർ ഇവിടെ കാണുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്രിസ്മസ് ദിനത്തിലും ഇവിടെ ഒരു തങ്ങൾ കുടിയിറക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെ കഴിയേണ്ട വരുന്ന ഒരു സാഹചര്യമാണ് ഈ മുനമ്പത്തുള്ളവർക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിലും ഇവരെല്ലാവരും തന്നെ ഈ ക്രിസ്മസ് ദിനം ഇന്ന് ഏറെയധികം ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ ഈ പറഞ്ഞതുപോലെ നിരാഹാര സമരം തുടരേണ്ട ഒരു സാഹചര്യം വരുന്ന ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ നമുക്കത് ഒന്ന് നേരിട്ട് ചോദിക്കാം. അമ്മച്ചി, ഇന്നിപ്പം ക്രിസ്മസ് ആയിട്ടും ഇപ്പം നമ്മൾ സമരത്തിൽ തുടരുവാണല്ലോ. ഞങ്ങൾ സമരത്തിൽ ഇന്ന് ഞങ്ങളുടെ ദുഃഖമാണ്. ഞങ്ങളെ കുഞ്ഞുമക്കളായിട്ട് ഞങ്ങൾക്ക് ഒരു പറ്റിയതില്ല, ഞങ്ങൾക്ക് പറ്റണില്ല. ഇന്ന് ഞങ്ങൾ സമരത്തിലിരിക്കുന്നു. ഇത് വകുപ്പിൻ്റെ റൂം ഇതൊന്നുമല്ല, ഇത് ഞങ്ങൾ കടലമ്മടെ ഇടി കൊണ്ട് ഞങ്ങൾ മേടിച്ചിട്ട് സ്ഥലമാണ്. അത് അവരുടെ എണ്ണം പറഞ്ഞിട്ട് അവർ വാദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് ഞങ്ങളുടെ ജീവിതം ഇതേപോലെ ആയില്ലേ? ഇനിയൊരു മക്കൾക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം കൊടുക്കരുതെന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കണുള്ളൂ. ഞങ്ങളുടെ ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഈശോ ഞങ്ങളെ ജീവിച്ചിരിക്കുന്നു. അന്ന സ്ഥാനത്ത് ഞങ്ങൾ ഇന്ന് ദുഃഖത്തിലാണ്, കണ്ണീരിൻ്റെ കൈയാണ്. ഈ ഗവൺമെൻറ് ഞങ്ങളെ കാണുന്നില്ലേ? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചേച്ചി, ഇന്നിപ്പം ക്രിസ്മസ് ആണ്, പക്ഷേ ഇതിപ്പോൾ നമ്മൾ സമരത്തിൽ തന്നെ തുടരുകയാണ്. എന്താണ് ഇപ്പം ഒരു പ്രതീക്ഷയുണ്ട്? ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ ഇപ്പം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. ഇത് ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. ഇതൊരാളുടെയും അല്ല, ഒരു വക്കഫിൻ്റെയും അല്ല. ഇത് ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ ചോര നീരായി ഞങ്ങളുടെ ഓരോ കെട്ടുതാലിയും പൊട്ടിച്ച് മേടിച്ച് മണ്ണാണിത്. ഈ മണ്ണിന് ഒരു അവകാശവും പറഞ്ഞ് ഒരുത്തനും ഇവിടെ വന്നാൽ ഞങ്ങളോട്ട് സമ്മതിക്കുകയില്ല, ഞങ്ങളോട്ട് വിട്ടുകൊടുക്കുകയുമില്ല. ഞങ്ങളത് അത്ര ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങളിവിടെ ഈ സമരത്തിന് ഇന്ന് വന്നിരിക്കണം. ഇന്ന് ഞങ്ങളുടെ മക്കളൊക്കെ ഇന്ന് ഞങ്ങളോടൊപ്പം ക്രിസ്മസ് കൂടാനായിട്ട് വരാൻ നിൽക്കുകയാണ്. കെട്ടിച്ചു വിട്ട മക്കളും പേരക്കിടങ്ങളൊക്കെ അവരെല്ലാം ഇന്നിപ്പോൾ ഞങ്ങളെ സമരപ്പന്തലിൽ വന്ന് കാണേണ്ട അവസ്ഥയിലാക്കി ഈ ഭൂമിയുടെ പേരും പറഞ്ഞ്. ഇത് ഞങ്ങൾ ഒരിക്കലും ഒരാൾക്കും വിട്ടുകൊടുക്കില്ലെന്ന് തീർച്ചയായും പറയാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഗതികേട് നാളെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാകരുത്. അവർ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ കളിച്ച് വളർന്ന പോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുമക്കളും ഈ മണ്ണിൽ തന്നെ കളിച്ച് വളർന്ന് അവരിവിടെ ജീവിക്കണം. അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണം. ഒരു പ്രശ്നവുമില്ല. അതുതന്നെയാണ് വലിയ ഒരു വൈകാരികമായിട്ട് തന്നെയാണ് വിഷയം പോകുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിലും വീട്ടുകാരെല്ലാവരുമായിട്ട് ഒത്തുകൂടി ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആൾക്കാരാണ് ഇന്ന് ഈ സമരപ്പന്തലിൽ തുടരുന്നത്. നമ്മളോട് സംസാരിച്ച അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞുമെല്ലാം തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കേണ്ട ഒരു ജനതയാണ് ഇന്ന് ഈ സമരപ്പന്തലിൽ ഇവിടെ തുടരേണ്ടി വരുന്നത്. ഇപ്പോൾ നമുക്കിപ്പം സമരസമിതിയുടെ കൺവീനർ കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു അന്വേഷണമൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ നമ്മളിപ്പോൾ സമരം തുടരുകയാണ്. പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഇപ്പം ജനുവരി 4-ാം തീയതി കമ്മീഷൻ നേരിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതെ, ജനുവരി 4-ാം തീയതി ഇവിടെ വരും. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചതിൽ നിന്നും അദ്ദേഹം വെളിവാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. 1975 പലരും പറയുന്ന 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ വഖഫ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലുമില്ല. ഇവിടെ ഡോക്ട്രിൻ ഓഫ് മെർജർ എന്ന ഒരു നിയമതത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. 1971 സബ് കോടതിയിൽ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ആ സബ് കോടതിയിലെ വിധിയിൽ ഇവിടുത്തെ താമസക്കാരായ
മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ഫറൂഖ് കോളേജ് ഡോക്യുമെൻ്റ് പ്രകാരം സിദ്ദിഖ് സേട്ട് കൊടുത്ത ഭൂമിയാണ് എന്ന് ഫറൂഖ് കോളേജും വാദിച്ചപ്പോൾ ഇത് താമസക്കാരില്ലെങ്കിലും വഖഫായി കൊടുത്തതിൻ്റെ പേരിൽ അത് ഫറൂഖ് കോളേജിൻ്റെ ആണ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇവിടെ വഖഫ് ബോർഡിൻ്റെ ആണോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമിയാണോ താമസക്കാരുടെ ഭൂമിയാണ് എന്നുള്ളൊരു വിധി ഉണ്ടായിട്ടേ ഇല്ല. അവിടെയാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് മെർജർ, അതായത് എല്ലാ കീഴ്ക്കോടതി വിധികളും നമ്മൾ അപ്പീൽ സ്യൂട്ടിന് പോയി മേൽക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആ മേൽക്കോടതിയുടെ വിധിയാണ് നിലനിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും നഗ്നമായി അറിയാവുന്ന ഒരു സത്യമാണ്. ആ വിധിയുള്ളപ്പോൾ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വഖഫ് എന്ന് എഴുതാത്ത ഒരു വാക്കില്ലാത്ത ആ ഭൂമിയാണ് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് 33 വർഷം കഴിഞ്ഞപ്പോൾ അന്യായമായി ഞങ്ങൾക്കൊരു നോട്ടീസ് നൽകാതെ, ഇവിടുത്തെ ആളുകളെ കേൾക്കാതെ, ഒരു സർവേ നടത്താതെ വഖഫ് ബോർഡിൻ്റെ രജിസ്റ്ററിലേക്ക് എഴുതിയെടുത്തിരിക്കുന്ന ആ അനീതിയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ശാശ്വതമായ പരിഹാരം. വഖഫ് ബോർഡിൻ്റെ രജിസ്റ്ററിൽ നിന്നും ഈ ഭൂമി മാറ്റി എല്ലാവിധ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ചു തരുന്നതുവരെ ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് പോകും. ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും ആ പ്രതിഷേധത്തിൽ. അതുകൊണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷൻ കൃത്യമായി അത് ഇടപെട്ട് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡ്വക്കേറ്റ് ജനറൽ, ഗവൺമെൻറ് ഹൈക്കോടതിയിൽ മുനമ്പം ജനത ഇന്നും നിരാഹാര സമരത്തിലാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.